എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വർഷം മുഴുവൻ നമുക്ക് കിട്ടുന്ന ഒരു പഴമാണ് ഏത്തപ്പഴം. അപ്പോൾ അതിനകത്ത് ധാരാളം പൊട്ടാസ്യമുണ്ട്, ഫൈബർ അടങ്ങിയിട്ടുണ്ട്, വിറ്റാമിൻ B6, C എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ സ്ഥലത്ത് പറമ്പിൽ തന്നെ കൃഷി ചെയ്ത് നമുക്ക് ഏത്തവാഴ കൃഷി ചെയ്യാവുന്നതാണ്. അപ്പം വളമൊന്നും ചേർക്കാതെ നമുക്ക് അത് കിട്ടുകയും വിഷമില്ലാത്ത പഴം കഴിക്കുകയും ചെയ്യാം. ഏത്തപ്പഴം ഊർജം നൽകാനും ദഹനത്തെ സഹായിക്കുന്നു. അതുപോലെ ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവയെല്ലാം നമുക്ക് നൽകുന്നു. അപ്പോൾ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ട് അതിന് മധുരമുണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് ഊർജം നൽകുന്നുണ്ട്. പുഴുങ്ങിയ ഏത്തപ്പഴം കാർബോഹൈഡ്രേറ്റിൻ്റെ നല്ല ഒരു ഉറവിടം തന്നെയാണ്. അപ്പോൾ അത് ദഹനത്തെ സഹായിക്കുന്നു, വിളർച്ചയെ സഹായിക്കുന്നു. അപ്പോൾ ധാരാളം ഗുണങ്ങൾ അടങ്ങിയതാണ് ഏത്തപ്പഴം എന്ന് പറയുന്നത്. ഏത്തപ്പഴത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ തീരത്തില്ല. അതുപോലെ വ്യായാമത്തിന് മുൻപ് നമ്മൾ കഴിക്കാവുന്ന ഒരു ഫലപ്രദമായ ലഘുഭക്ഷണമായിട്ട് നമുക്ക് ഏത്തപ്പഴത്തെ കണക്കാക്കാവുന്നതാണ്. രാവിലത്തെ പ്രഭാത ഭക്ഷണമായിട്ട് നമുക്ക് കഴിക്കാം. അല്ലാതെ നമ്മൾക്ക് ഇടയ്ക്ക് നമ്മൾ രാവിലെ കഴിച്ച് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നതിന് ഇടയിലായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് നമുക്ക് ഏത്തപ്പഴം ഒരു ലഘുഭക്ഷണമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നാരുകളുള്ളതിനാൽ ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നു. നമ്മളിതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാം. പുഴുങ്ങിയതാണേലും കഴിക്കാം. എന്താ